അസോസിയേഷന്റെ തീരുമാനമാ. അവരെ അറിയിച്ചിട്ട് ഇനി തുറന്നാൽ മതിയെന്ന്. തുടങ്ങിയ വർഷം തന്നെ ഇങ്ങനൊരു പ്രോബ്ലം വരുമെന്ന് പ്രതീക്ഷിച്ചല്ല. പിന്നെ ചില ഇൻസിഡൻസ് കാണുമ്പോൾ അത്ര സില്ലിയായിട്ട് തള്ളിക്കളയാനും പറ്റുന്നില്ല. ഡോക്ടർക്ക് അറിയാലോ, ഇവിടുത്തെ കുട്ടികളെ മാത്രം ഉദ്ദേശിച്ച നമ്മൾ ഇവിടെ ഈ പ്ലേ സ്കൂൾ അപ്രൂവ് ചെയ്തേ. പക്ഷെ ഇതിപ്പോ ഇവിടെ മറ്റു ഫ്ലാറ്റുകളിൽ നിന്ന് കൂടി കുട്ടികളെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. അത് മാത്രമല്ല സർ, പ്ലേ ഏരിയയിലെ റെസ്ട്രിക്ഷൻസ് ആയി നിങ്ങൾ ശ്രദ്ധിക്കാറേ ഇല്ല. പിന്നെ കുട്ടികളെ ഇങ്ങനെ തുറന്നു വിടുന്നതിലെ സേഫ്റ്റി ഞങ്ങൾക്ക് അതിൽ കൺസേൺ ഉണ്ട്. ഇവിടെ നിന്നൊരു വണ്ടി പുറത്തേക്ക് എടുക്കണമെങ്കിൽ കുറഞ്ഞത് 3 ആൾ വേണം. ഏത് വഴിക്കാ കുട്ടികൾ വരാമെന്ന് പറയാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. സോ ഇതെല്ലാം ടേക്ക് കെയർ ചെയ്താൽ തുടരുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ ശരത്? നോയിസ് പൊല്യൂഷന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലെന്നുള്ളൂ. ഈ കോംപ്ലക്സിലെ ഏറ്റവും സീനിയർ സിറ്റിസൺ ആണ് പണിക്കർ സാർ. സാറ് പോലും ഇങ്ങനെ ഒരു ആവശ്യമായി വരണമെങ്കിൽ വി ആർ പ്ലാനിങ് ടു ഷട്ട് ഇറ്റ് ഡൗൺ. അപ്പൊ ഇനി കുട്ടികളുടെ കാര്യം എന്താവും? 10 ദിവസത്തേക്ക് സമയം തന്നിട്ടുണ്ട്. അതിനുള്ളിൽ പുതിയ എന്തെങ്കിലും കണ്ടുപിടിക്കണം. അവരും ഞാനും. താരയൊന്ന് ഹസ്ബൻഡിനോട് സംസാരിച്ചു നോക്കിയാ? ഒരു കാര്യമില്ല. ഞാൻ ശരത്തിന് വേണ്ടിയിട്ടല്ല, മിലിക്ക് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കൊരു കളക്റ്റീവ് ഒപ്പീനിയൻ എടുത്താലോ? മെജോറിറ്റി അവരുടെ കയ്യിലാണ്. തീരുമാനത്തിനൊരു വോട്ടിംഗ് വെച്ചാലും കുട്ടികളുള്ള ഫാമിലി ഇവിടെ എത്ര പെർസെൻറ്റേജ് കാണും? ഒരു 20%. ഇല്ല, അതിലും കുറവാ. 20 തന്നെ ഇരിക്കട്ടെ. നോർമൽ കേസിൽ ഒരു മീറ്റിംഗ് വെച്ചാൽ റെസ്പോണ്ട് ചെയ്യാത്ത എത്ര പേര് കാണും? 35 to 40%. അവർക്കൊന്നും ഇതിനു വേണ്ടി സമയം കളയാനൊന്നും ഉണ്ടാവില്ലെന്നേ. പോയിട്ട് ബാക്കി 40% കാര്യം നോക്കിയാൽ പോരെ? അതുകൊണ്ട് നമ്മൾ എന്താ നേടുന്നത്? സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ വന്നാലും ഇപ്പോഴത്തെ ഈ പ്രോബ്ലംസ് ഒന്നും സോൾവ് ആവില്ലല്ലോ. കുട്ടികളാണ്, അവരെ ഇങ്ങനെ അടച്ചിട്ട് വളർത്താൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പണിക്കർ സാർ വീണ്ടും ആ ബാൽക്കണിയിലേക്ക് തിരിച്ചു വരണം. അതിന് ഞാനോ എൻ്റെ കുട്ടികളോ ഒരു തടസ്സമാകരുത്. ആദ്യം വരുമ്പോ ലേശ ദൂരെ കൂടുതൽ തോന്നും. ഇനിയെങ്കിലും ഒന്ന് പറ, ഇതെന്താ സംഭവം? ചേട്ടാ, അവിടെയാണ് വണ്ട കിഡ്സിന്റെ ബോർഡ് വരിക. അത് അവരോട് പ്രത്യേകം പറയണേ. പറയാ, വാടകയും അവർ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ അഡ്വാൻസ് പറഞ്ഞ തുകയിൽ നിന്നും കുറയില്ല. ലോൺ എടുക്കലും കടം മേടിക്കലൊക്കെ നമുക്ക് ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വെക്കാം. പിന്നെന്താ ഒരു വഴി? നമുക്കൊരു ഫണ്ട് റേസിംഗ് ഇവന്റ് നടത്തിയാലോ? ഇവന്റോ? ആരെ വെച്ച്? മിലിയുടെ ഡേ കെയറിലുള്ള ടാലന്റായ കുട്ടികളെ വെച്ച്. ഇത്ര ഷോർട്ട് ടൈമിൽ ഇങ്ങനൊരു ഇവന്റ് കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ, മാത്രമല്ല അതിനുള്ള സ്പോൺസേഴ്സിന്റെ കാര്യമൊക്കെ നോക്കിക്കോളാം. വേറെ ഒരു ദിവസം കൊണ്ട് തനിക്ക് ബർത്ത്ഡേ പാർട്ടിക്ക് കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റുമെങ്കിൽ ഇതും അച്ചീവബിളാണ്.
താങ്ക്സ്. എന്നെ ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിച്ചതിന്. ആഹാ, അങ്ങനെയാണെങ്കിൽ താങ്ക്സ് പറയണത് എന്നോടല്ല, തൻ്റെ അച്ഛനോടാണ്. കുറച്ചാണ് തന്നെ ഒറ്റയ്ക്കാക്കിയത്. അല്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു ദിവസം തന്നെ ലൈഫിലുണ്ടാവുമായിരുന്നു. Happiness my way, pains and troubles. താങ്ക് യു. ഇന്നിവർക്ക് ഇവിടെ തെറ്റിപ്പോയ ഡാൻസ് സ്റ്റെപ്സിന് നിങ്ങൾ നൽകിയ കൈയടിക്ക്, ഇവർക്ക് മാത്രം അറിയാവുന്ന, ഇവരെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഈ ചുവടുകൾക്ക് നിങ്ങൾ നൽകിയ പ്രോത്സാഹനത്തിന്, വലിയ വലിയ തിരിച്ചടികളെ പേടിക്കാതിരിക്കാൻ നിങ്ങൾ ഇന്ത്യ ഇവർക്ക് നൽകിയ ഈ ഫൗണ്ടേഷൻ സ്റ്റോണിന്, സദസ്സിലിരിക്കുന്ന അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും ഒക്കെ കൈയടിച്ചത് 60-ാം കാലത്തും ഇവരിനി മറക്കില്ല. ഒറ്റ വർഷം കൊണ്ട് ഔട്ട്ഡേറ്റഡ് ആയി പോകുന്ന കമ്പ്യൂട്ടർ ഗെയിം മറന്നാലും. നിഖിലിനെ ഇതാരും പഠിപ്പിച്ചതല്ല, അറിയാവുന്ന വാക്കുകൾ വെച്ച് അവൻ തന്നെ ഉണ്ടാക്കിയൊരു പോയമാണിത്. കുട്ടിയായിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കൈയടി കേൾക്കാൻ ഞാനും കൊതിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ അച്ഛൻ എക്സ്പെക്ട് ചെയ്ത പോലെ എനിക്ക് എവിടെ എത്താനായില്ല. പേടിയും നിരാശയായിരുന്നു. എല്ലാത്തിലും ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ വഴക്ക് കേൾക്കുമോ എന്നുള്ള പേടി. പ്രൊഫസറിൻ്റെ മകൾ ഒരു ഫെയിലിയർ ആണെന്ന് സ്കൂളിലെ ടീച്ചേഴ്സ് വരെ പറഞ്ഞു തുടങ്ങിയതിൻ്റെ നിരാശ. കണക്കിലെ 10 മാർക്ക് കുറഞ്ഞത് ഒരു അന്താരാഷ്ട്ര പ്രശ്നമല്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരാളുണ്ടായാൽ മതിയായിരുന്നു എനിക്കന്ന്. സ്പോർട്സിലും ആർട്സിലും മികവില്ലാത്തതിൻ്റെ അർത്ഥം ഞാൻ കുറഞ്ഞവളല്ലെന്ന് ഉറപ്പ് തന്ന് ചേർത്ത് പിടിക്കുന്ന ഒരു കൈകൾ മതിയായിരുന്നു എനിക്കന്ന്. അടുത്ത ഫ്ലാറ്റിലെ കുട്ടി പാട്ട് പാടുമെങ്കിൽ എൻ്റെ കുട്ടിയും പാടണമെന്ന വാശി ഇല്ലാതാക്കുന്നത് ആ കുഞ്ഞിൻ്റെ ചൈൽഡ്ഹുഡാണ്. 5 വയസ്സുള്ള കുട്ടിയുടെ GK കുറഞ്ഞതിൽ നമുക്ക് തോന്നുന്ന നാണക്കേടിൽ അവർക്ക് നഷ്ടപ്പെടുന്നത് ഓർത്തിരിക്കാനുള്ള കുറേ നല്ല നിമിഷങ്ങളാണ്. ബാല്യം നന്നാവട്ടെ, അതിന് നിങ്ങളുടെ ഈ ഒരൊറ്റ കൈയടി ശബ്ദം മതി. തെറ്റിപ്പോയ നേരത്ത്, ഒറ്റപ്പെട്ട നേരത്ത് നിങ്ങളുടെ 5 വയസ്സുകാരനെയോ 5 വയസ്സുകാരിയോ നെഞ്ചോട് ചേർത്ത് നണച്ചാൽ മതി. രാജ്യം നഷ്ടപ്പെട്ട രാജാവും കളിപ്പാട്ട് നഷ്ടപ്പെട്ട കുഞ്ഞും അനുഭവിക്കുന്ന വേദന ഒന്ന് തന്നെയാണെന്ന് അറിഞ്ഞാൽ മതി. ബാല്യം നന്നാവുമ്പോൾ കൗമാരവും നന്നാവും, യൗവനവും നന്നാവും. പിന്നെ ഇന്നിവിടെ വരുന്ന ഈ കയ്യടിയുടെ കഥ പേരക്കുട്ടികളോട് പറഞ്ഞു പറഞ്ഞ് വാർദ്ധക്യവും നന്നാവും. ഞാനീ പറയുന്നത് സ്നേഹമല്ലാതെ പകരം ഒന്നും ആവശ്യപ്പെടാത്ത ഇവരുടെ ഗുരുദക്ഷിണ നൽകിയ വിനയത്തിൽ നിന്ന്, അതുള്ളിടത്തോളം കാലം തോൽക്കാൻ എനിക്ക് അവകാശമില്ല എന്ന തിരിച്ചറിവിൽ നിന്ന്, once again I realized that child is the father of the man. ഇങ്ങനെ
ഇങ്ങനെ ഒരു കൈയടിക്ക് വേണ്ടിയിട്ടല്ല മില്ലി സംസാരിച്ചത്. സ്വന്തം പ്രയത്നം കൊണ്ട് തുടങ്ങിയൊരു പ്ലേ സ്കൂൾ പിടിച്ചു നിർത്താനുള്ള അവസാന ഒരു ശ്രമം. ആത്മാർത്ഥമായി ജോലിയെ സ്നേഹിക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന ചില പ്രൈസ്ലെസ് മൊമെന്റ്സ് ആണത്. നിങ്ങളെക്കാൾ ലിമിറ്റേഷൻസ് ഉള്ള ഇവൾക്ക് ഇതാകാമെങ്കിൽ വൈ കാണ്ട് യു?